പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളിപ്പള്ളിയുടെ മുൻവശത്തോടെയുള്ള കൊട്ടാരത്തിക്കടവിലേക്കുള്ള റോഡിൻ്റെ സമീപത്താണ്. ഇന്നലെ വൈകിട്ട് ഈ റോഡിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഇതാണ് പുതുപ്പള്ളിപ്പള്ളിയുടെ മുൻവശത്ത് നിന്ന് കൊട്ടാരത്തിക്കടവിലേക്കുള്ള റോഡ്. ഈ റോഡിൽ ഒക്കെ ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നും മീൻ പിടിക്കാനൊക്കെ വരുന്നതാണ്. അങ്ങനെയാണ് ഇന്നലെ സന്ധ്യയോടുകൂടി മല്ലപ്പള്ളിക്കാരായ ഗോപാലകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ജോർജും കൂടെ ഇവിടെ മീൻ പിടിക്കാൻ എത്തിയത്. മീൻപിടുത്തം കഴിഞ്ഞ് അവർ പോരാനൊരുങ്ങുന്ന സമയത്താണ് ഇതിലെ വന്ന കാറ് ഇതിൽ ഗോപാലകൃഷ്ണനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഇതിലെ ഒരു സ്കൂട്ടർ യാത്രക്കാരായ അച്ഛനും മകളും വന്നു. അവരും ജോർജും കൂടെ ചേർന്ന് പാറാട്ട് ആശുപത്രിയിൽ എത്തിച്ചു. അദ്ദേഹത്തിൻ്റെ പരിക്ക് ഗുരുതരമായതിനാൽ ഉടൻ തന്നെ അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ തിരക്കിയപ്പോൾ അവർ പറഞ്ഞ് തലയ്ക്ക് ഗുരുതരമായ പരിക്കുണ്ടായിരുന്നു, കൈക്കൊടി ഉണ്ടായിരുന്നു, പിന്നെ കാലെന്നൊക്കെ ഒരുപാട് ദശയൊക്കെ വെളിച്ചാടി നിൽക്കുകയായിരുന്നു. അത്രയ്ക്ക് നല്ല പരിക്കായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. എന്നാൽ മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴത്തേക്കും അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. എന്നാൽ അപകടമുണ്ടാക്കിയ കാറ് നിർത്താതെ വിട്ടുപോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കുറച്ച് നാൾ മുമ്പും ഇവിടെ 2 കാറിനിട്ട് വന്ന് മറ്റൊരു കാറ് വന്നിടിച്ചിട്ടും നിർത്താതെ വിട്ടുപോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അപകടത്തെ സംബന്ധിച്ചുള്ള വാർത്തകൾ പുതുപ്പള്ളിക്കാരും അറിഞ്ഞില്ല. കാരണം ഇവരിവിടുന്ന് ആക്സിഡന്റ് ഉണ്ടായപ്പോഴേ പാറാട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടുന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് വൈകിട്ട് പുതുപ്പള്ളിയുള്ള പോലീസും ഈ സംഭവങ്ങൾ അറിയുന്നില്ല. എല്ലാവരും നേരം വെളുത്തോടുകൂടിയാണ് ഈ വാർത്ത അറിയുന്നത്. ഇവിടെ എല്ലാം വിജനമായ പ്രദേശങ്ങളാണ്. അതുകൊണ്ട് ക്യാമറ നോക്കി കണ്ടുപിടിക്കുകയും വളരെ ശ്രമകരമായ പരിപാടിയാണ്. അപകടം നടന്ന സമയം വെച്ചുകൊണ്ട് പള്ളിയുടെ പരിസരങ്ങളിലെ ക്യാമറ ചെക്ക് ചെയ്താലേ ഈ വാഹനം ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. രാത്രി ആയതുകൊണ്ട് ആരും ഈ വാഹനം ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപകടത്തിൽ മരണപ്പെട്ട മല്ലപ്പള്ളി കുരുപ്പക്കുഴിയിൽ ഗോപാലകൃഷ്ണന്റെ സംസ്കാരം നാളെ രാവിലെ 11 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ഭാര്യ മീനാക്ഷി വണ്ടാനാംകുഴിയിൽ കീഴ്വായ്പൂര്, മക്കൾ മഞ്ജു, മനോജ്, മരുമക്കൾ സുനിൽകുമാർ മണിമല, സുലേഖ ഐരൂർ.